മുഹമ്മദിയിൽ അവസാനം വരുന്ന ഖലീഫ വാഗ്ദത്ത മസീഹാണ്. അദ്ദേഹവുമായി ഈസബിന് മറിയം സാദൃശ്യം പുലർത്തുന്നു എന്ന് വ്യക്തമാകുന്നു. തോഫ ഗോളഡവിയിലാണ് ഇക്കാര്യം മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു വാക്ക് ഇങ്ങനെയുമുണ്ട്: മുമാസിലത് കാ ആഖിരി നമൂന जाहिर करने वाला मसीह ഖാത്തം ഖുലഫായെ മുഹമ്മദിയ. മുമാസിലത്തി സാദൃശ്യത്തിൽ അവസാനം വെളിപ്പെടേണ്ട മസീഹ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ വന്ന അവസാനത്തെ ഖലീഫയാണ്, ഖാത്തമുൽ ഖുലഫ ആണ്. ജോ സിൽസിലെ ഖിലാഫത്തെ മുഹമ്മദിയ കെ സബ്സെ ആഖിരി ഖലീഫ, അത് മുഹമ്മദി സിൽസിലയുടെ ഏറ്റവും അവസാനത്തെ ഖലീഫയാണ്. അതിനുശേഷം മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുകയാണ്: ഏക് ശരീഅത്തെ മൂസവിയ ജോ ദൂസരി ശരീഅത്തെ മുഹമ്മദിയ. ഒന്ന് ശരീഅത്തെ മൂസവിയ, മറ്റൊന്ന് ശരീഅത്തെ മുഹമ്മദിയ. ഇൻ ദോനോ സിൽസിലോ മേ തേരാ തേരാ ഖലീഫ മുഖറർ കിയേ ഗയേ. പുതിയൊരു സബ്ജക്റ്റാണ് മസീഹ് മൗഊദ്. ഈ രണ്ട് സിൽസിലകളിലും രണ്ട് ഉമ്മത്തുകളിലും, അതായത് ഒന്ന് മൂസവിയുടെ ഉമ്മത്ത്, ഒന്ന് മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ, രണ്ടിലും 13 ഖലീഫമാരെയാണ് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. തോഫകളുടെവിൽ ഇതിൻ്റെ വളരെ വിശദീകരിച്ചുകൊണ്ട് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നു. ഇക്കാര്യത്തിൽ ഞാനൊരു 1-2 കാര്യം കൂടി മസീഹ് മൗഊദ് ആ ബുക്കിൽ പറഞ്ഞ 1-2 കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്: ലാ യസാലു ഉമ്മത്തി അസീസൻ, എൻ്റെ ഉമ്മത്ത് എന്നും പ്രീതമായ നിലയിൽ തന്നെ നിലകൊള്ളും. ആളുകൾ വിചാരിക്കുന്ന ഈ ഖിലാഫത്ത് ചില സമയത്ത് നശിക്കുന്നു, അങ്ങനെയല്ല. മസീഹ് മൗഊദിന്റെ വാദം അതല്ല. ഖിലാഫത്ത് എന്നുള്ളത് ഖിയാമത്ത് വരെയും അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 12 ഖലീഫമാർ, മുത്തഫഖൻ അലൈ ഹദീസാണ് തോഫകളുടെ വേൽ മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചിട്ടുള്ളത്. ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസ് പറയുകയാണ്, 12 ഖലീഫമാർ അള്ളാഹു നിയോഗിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ ഉമ്മത്തിൽ 12 പേരും ഖുറൈശികളായിരിക്കുമെന്നും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഖുർആനിൽ 12 ഖലീഫമാർ മുഹമ്മദ് മൂസ അലൈഹി ഇസ്ലാമിന് ശേഷം വന്ന പ്രവാചകന്മാരെ എടുത്തു പറഞ്ഞ 12 നബിമാരാണുള്ളത്. 12 നബിമാര് അത് ബനൂ ഇസ്രായേലിൽ പെട്ട നബിമാരാണ്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ 12 ഖലീഫമാർ പറയുമ്പോൾ ഖുറൈശികളിൽ നിന്ന് എന്ന് പറയുന്നു, അതേ വർഗത്തിൽപ്പെട്ട ആളുകൾ. വിശുദ്ധ ഖുർആനിൽ ബനൂ ഇസ്രായേലിൽ നിന്നുള്ള 12 നബിമാരുടെ പേരാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ബനൂ ഇസ്രായേലിൽ നിന്നുള്ള 12 നബിമാരുടെ പേരാണ് മൂസാ നബിയുടെ ഉമ്മത്തിൽ വന്നതായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടിനെയും സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, 12 നബിമാർ അവിടെ, 12 ഖലീഫമാർ ഇവിടെ. സ്വാഭാവികമായി നിങ്ങൾക്ക് തോന്നും, നബിയാണല്ലോ ഇവിടെ, ഖലീഫയാണല്ലോ, അതെങ്ങനെ സാദൃശ്യമായിരുന്നു? ഉലമാ ഉമ്മത്തി കംബിയായി ബനി ഇസ്രായേൽ, ബനൂ ഇസ്രായേലിൽ വന്ന നബിമാർക്ക് തുല്യമാണ് എൻ്റെ ഉമ്മത്തിലുള്ള ഉലമാക്കൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞിരുന്നു. ആ ഉലമാ ഇൽമെ ലദുന്നി ലഭിച്ച ദൈവികമായ അറിവ് ലഭിച്ച ഉലമാക്കളാണ്, അല്ലാതെ കോളേജിൽ കിതാബ് ഓതുന്ന ഉലമാക്കളല്ല. അറിവ് അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഇൽമ് കിട്ടുന്ന ആളുകളാണ്. അതിന് ഖുർആൻ കൊണ്ട് തന്നെ തെളിവുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, സബ്ജക്റ്റ് അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി. ആ ഉലമാക്കൾ നബിമാർ അങ്ങനെ ആവാൻ എന്താ കാരണം? പിന്നെ അടുത്തത്, മുമ്പ് വന്നത് ചെറിയ ചെറിയ സമുദായത്തിന്റെ ഇട്ടാവട്ടത്തിലുള്ള പ്രവാചകന്മാരായിരുന്നു. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ സകല കുലത്തിലേക്കും സകല ലോകത്തേക്കുള്ള പ്രവാചകനായതുകൊണ്ട് പ്രവാചകത്വത്തിന്റെ പദവി വലുതായിപ്പോയി. ഇത് മസീഹ് മൗഊദിന്റെ വ്യാഖ്യാനമാണ്. അതുകൊണ്ട് നബി എന്ന് പറഞ്ഞാൽ, ഇന്ന് നിങ്ങൾ പ്രവാചകൻ എന്ന് മലയാളത്തിൽ പറഞ്ഞാലും, നബി എന്ന് അറബിയിൽ പറഞ്ഞാലും, ദൂതർ എന്ന് തമിഴിൽ പറഞ്ഞാലും, ദ പ്രോഫറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാലും ഒരേ ഒരാളെ ജനങ്ങളുടെ ഹൃദയത്തിൽ വരുള്ളൂ, അത് മുഹമ്മദ് നബിയാണ്. ഇപ്പോൾ പ്രോഫറ്റ് ഡേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൂസാ നബിയുടെ ഡേ എന്നോ ഈസാ നബിയുടെ ഡേ എന്നോ ആരും പറയില്ല. നബി തിരുമേനിയുടെ ആ ആത്മീയ പ്രഭാവം ലോകത്ത് പ്രവാചകൻ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എന്നെ നബി എന്ന പേര് എനിക്കുണ്ടെങ്കിൽ നിങ്ങൾ പറയരുത്. കാരണം ആ പ്രവാചകത്വത്തിൻ്റെ മഹനീയ സ്ഥാനത്ത് നിന്ന് ഇനി താഴോട്ട് ആ സ്ഥാനം വരികയില്ല, അത് മുകളിലോട്ട് പോകാൻ നിർത്തിയുള്ളൂ. ആ സ്ഥാനത്തിനനുസരിച്ച് ആരും ഇനി വരാനില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെക്കുറിച്ച് പ്രവാചകൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കി. കാനത്ത് ബനൂ ഇസ്രായേല തസൂസുഹുമുൽ അംബിയ കുല്ലമ ഹലക നബിയൻ ഖലഫഹു നബിയൻ. ബനൂ ഇസ്രായേൽ ഒരു പ്രവാചകൻ മരിച്ചാൽ അടുത്ത പ്രവാചകനാണ് അതിൻ്റെ സാരഥ്യം വഹിച്ചുകൊണ്ട് വന്നിരുന്നത്, ഖലീഫയായി വന്നിരുന്നത്. ഖലഫ അതിൻ്റെ ഖിലാഫത്തിൽ വന്നിരുന്നത്, അതിൻ്റെ പിന്നിൽ വന്നിരുന്നത് മറ്റൊരു പ്രവാചകനാണ്.
ലാ നബിയ ബാദി, എനിക്ക് ശേഷം അങ്ങനെ പ്രവാചകനല്ല വരുന്നത്. സയകൂനു ഖുലഫ, എനിക്ക് ശേഷം വരാനുള്ള കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത് ഖലീഫമാരാണ്. അപ്പോൾ ആ നുബുവത്തിന്റെ പദവിയിലുള്ള വ്യത്യാസത്തിലാണ് ആ പേര് നൽകപ്പെടാതിരിക്കുന്നത്. എന്നാൽ മഖാമിലുള്ള ആ സ്ഥാനത്തിന്റെ അവസ്ഥയെക്കുറിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നത് എന്താണ്? അവർ പ്രവാചകന്മാരാണ്. മുഹിദ്ദീൻ ഇബ്നു അറബി തന്റെ തഫ്സീറുൽ ഖുർആനിൽ, അത് മലയാളത്തിൽ KVM പന്താവൂർ വിവർത്തനം ചെയ്തിട്ടുള്ള ഉൾസാര വ്യാഖ്യാനം എന്ന പേരിൽ, അതിൽ പറയുന്നു, പ്രവാചകത്വത്തിന്റെ ഖാത്തമുൽ ഔലിയാക്കൾ ലോകത്ത് എപ്പോഴും ഉണ്ടായിരിക്കുന്നു. ഔലിയാക്കളുടെ ഒരു വലിയ വൃന്ദം തന്നെ ലോകത്തുണ്ടാവും. പക്ഷെ അതിലൊരാൾ ഖാത്തമുൽ ഔലിയ ആയിരിക്കും. അയാളെയാണ് ഖാത്തമുൽ ഔലിയ എന്ന് പറയുന്നത്. മുഹിദ്ദീൻ ഇബ്നു അറബിക്ക് ആ പദവി കിട്ടിയതിന്റെ സ്ഥലത്താണെന്ന് പറഞ്ഞു. നമ്മൾ ഖാത്തമിന്റെ അർത്ഥം പറഞ്ഞ് തർക്കിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് കൂടി തരത്തിലുള്ള മലയാളത്തിലുള്ള ബുക്കാണ് ഉൾസാര വ്യാഖ്യാനം. അതിൽ 3 സ്ഥലത്ത് ഈ പ്രയോഗമുണ്ട് അതിന്റെ ആരംഭത്തിൽ തന്നെ. അപ്പോൾ ആ ഖാത്തമായിട്ടുള്ള ഒരാളായിരിക്കും അവർ. അതേ മുഹിദ്ദീൻ ഇബ്നു അറബി തന്നെ തൻ്റെ ഫുതുഹാത്തുൽ മക്കയിൽ പറയുന്നത് നുബുവത്ത് അവസാനിച്ചു എന്ന് പറയുന്നത് ലാ മുഖാമ ലഹ, അതിന്റെ മുഖാമ അവസാനിച്ചു എന്നല്ല പറയുന്നത്. ശരീഅത്ത് എന്നുള്ളത് മിൻ അജ്സാ, നുബുവത്തിന്റെ ഒരു വലിയ സംഗതിയാണ് നുബുവത്ത്. അതിന്റെ പല ഭാഗങ്ങളുണ്ടായാലും ഒരു ഭാഗം മാത്രമാണ് ശരീഅത്ത് എന്നുള്ളത്. ആ ശരീഅത്ത് മാത്രമേ അവസാനിച്ചിട്ടുള്ളൂ. നുബുവത്തിന്റെ സ്ഥാനം ഒരിക്കലും അവസാനിച്ചിട്ടില്ല. നുബുവത്ത് മുസ്തഖിലായിട്ട് ഒരിക്കലും അവസാനിച്ചു പോകുന്നില്ല എന്ന് അദ്ദേഹം അതിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ കാര്യത്തെ പറയാനാണ് അവിടെ ആ കാര്യം പറയുന്നത്. നമ്മൾ സാധാരണ നുബുവത്തിന്റെ കാര്യത്തിൽ ഉദ്ധരിക്കാറുള്ള ഉദ്ധരണി ഹുതുവാത്തുൽ മക്കയിലുള്ളത് നുബുവത്തിന്റെ മുഖാമ് വെളിപ്പെടുത്താൻ വേണ്ടിയും താനാ മുഖാമിലുള്ള ആളാണെന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് മുഹിദ്ദീൻ ഇബ്നു അറബി ആ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഇനി നബി വരൂ എന്ന തർക്കത്തിലല്ല അദ്ദേഹം ആ കാര്യം സംസാരിക്കുന്നത്. അപ്പോൾ ആ മുഖാമ് ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് ഈ മുജദ്ദിദീങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന ആ മുഖാമുണ്ട്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ കുറിച്ചാണ് പറയുന്നത്. 12 ഖലീഫമാർ അവിടെ, 12 ഖലീഫമാർ ഇവിടെ, പിന്നെ ഒരു ഖലീഫ കൂടെ അവിടെ ഉണ്ട്. അത് അവസാനം വന്ന് ഈസാ ഇബ്നു മറിയമാണ്. അത് ബനു ഇസ്രായേലിൽ നിന്നല്ല. അദ്ദേഹം പിതൃരഹിതനായി, അഥവാ ആ ബനു ഇസ്രായേലിലുള്ള ആരും അദ്ദേഹത്തിന്റെ പിതാവല്ല. അതുകൊണ്ട് ബനു ഇസ്രായേലിന്റെ പിതൃത്വം അദ്ദേഹത്തിലില്ലാത്തതുകൊണ്ട് ബനു ഇസ്രായേലി എന്ന് പറയാൻ അദ്ദേഹത്തിന് നിവൃത്തിയില്ല. ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ അടുകളിലേക്ക് അയക്കപ്പെട്ടവനാണെങ്കിലും അദ്ദേഹം ബനു ഇസ്രായേൽക്കാരനല്ല, പിതാവ് അവിടെ നിന്നല്ലാത്തതുകൊണ്ട് അതിന്റെ സാഹചര്യങ്ങൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിക്കേണ്ടത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത്. അതേ സമയത്ത് മസീഹ് ഇബ്നു മറിയം തൻ്റെ ഉമ്മത്തിൽ വരുമെന്ന് പറയുമ്പോൾ ആ മസീഹ് ഇബ്നു മറിയം പറഞ്ഞത് ഇമാമക്കും മിൻകും, നിങ്ങളിൽ നിന്നുള്ള നിങ്ങൾക്കുള്ളൊരു ഇമാമായിരിക്കും എന്ന് പറയുന്നു. വദല്ലാഹുല്ലദീന ആമനു മിൻകും എന്ന് പറഞ്ഞ സ്ഥലത്തും മിൻകും തന്നെയാണ് പറഞ്ഞത്. നിങ്ങളിൽ നിന്ന് ഉള്ള ഖലീഫമാർ വരുമെന്ന് പറയുമ്പോൾ മസീഹ് ഇബ്നു മറിയമിനെ പറയുമ്പോഴും മിൻകും, നിങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞു. ആ നിങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞ വാക്കിനെ ഇമാം ബുഖാരി സഹാബത്തിന്റെ വ്യാഖ്യാനം അബൂ സൈബ് റളിയല്ലാഹു തആലാന്റെ വ്യാഖ്യാനം അവിടെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മക്കും മിൻകും ബി കിതാബി റബ്ബിക്കും അസ്സ വജല്ല വബി സുന്നത്തി നബിയിക്കും. അദ്ദേഹം വരുമ്പോൾ നിങ്ങൾക്ക് ഇമാമത്ത് വഹിക്കുന്നത് അള്ളാഹുവിൻ്റെ കിതാബും അതേപോലെ റസൂലുള്ളാഹിന്റെ സുന്നത്തും അനുസരിച്ച് നിങ്ങൾക്ക് ഇമാമത്ത് വഹിക്കുന്ന ആളായിരിക്കും. സാധാരണ ഈ മഹദി മസീഹ് രണ്ടാണ് അങ്ങനെ ഒന്നാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന ഹദീസാണിത്. അതിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് കിതാബും സുന്നത്തും അനുസരിച്ച് വിധിയേൽപ്പിക്കുന്ന ഇമാമായിരിക്കും വരുന്നത് എന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നത്. ഇബ്നു മറിയമായിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് ഉള്ള ഉമ്മത്തിൽ വരുമ്പോൾ അത് ബനു ഇസ്രായേലിൽ നിന്നല്ലാത്ത ഒരു പ്രവാചകനെയാണ്, അഥവാ പിതൃത്വം ഇല്ലാത്ത അള്ളാഹുവിൻ്റെ മറ്റൊരു ഖുദ്റത്ത് ഉള്ള ഒരു പ്രവാചകനെയാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ വരുന്ന ആളും ഖുറൈശികളിൽ നിന്നല്ലാത്തൊരു പ്രവാചകനെയാണ്, ഖുറൈശികളിൽ നിന്നല്ലാത്തൊരു ഖലീഫയാണ് വാഗ്ദത്ത മസീഹായിട്ട് അള്ളാഹു അയച്ചിട്ടുള്ളത്. അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ സത്യസാക്ഷ്യത്തിനുള്ള ഒരു തെളിവായിട്ട് എടുത്തു പറയുകയാണ്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ ഗ്രഹിക്കാനുള്ളത്, ഈ ഖിലാഫത്തിൻ്റെ ഇടയിൽ വേറെയും ചില സത്യങ്ങൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ സത്യങ്ങളിൽ പ്രധാനമായിട്ടും ഈ പറഞ്ഞ ഖിലാഫത്ത് റുഹാനിയായിട്ടുള്ള ഈ മുജദ്ദിദീങ്ങൾ വരുമ്പോൾ അപ്പുറത്ത് നമ്മൾ കാണുന്നത് 100 കണക്കിന് പ്രവാചകന്മാർ വന്നതാണ്. ബനു ഇസ്രായേൽ 100 കണക്കിന് പ്രവാചകന്മാർ വരുന്നു. ഇവിടെ കാണുന്നത് 13 ഖലീഫമാരോ അല്ലെങ്കിൽ 14 ഖലീഫമാരോ. പക്ഷെ ഖുർആൻ എടുത്ത് പറഞ്ഞത് 13 ആളെയാണ് അവിടെ. പക്ഷെ ഇവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് പറയുന്നതും 12 ആളെയാണ്. റസൂലുള്ളാഹിന്റെ ഹദീസാണ്, കൈഫ തഹ്ലികു ഉമ്മത്തുൻ അനഫി അവ്വലിഹ വൽ മസീഹ് ഇബ്നു മറിയം ഫി ആഖിരിഹ.
എങ്ങനെയാണ് ഈ ഉമ്മത്ത് നശിക്കുന്നത്? ഞാൻ അതിൻ്റെ ആദ്യത്തിലുണ്ട്, അന്ത്യത്തിൽ മസീബിന് മറിയമുണ്ട്. വസ്നാശ്ര ഖലീഫത്തൻ മിൻ ബാദി, എനിക്ക് ശേഷം 12 ഖലീഫമാരുണ്ട്. അപ്പോൾ 12 ഖലീഫമാരും മധ്യത്തിലും, മറ്റൊരു ഹദീസിൽ ഇങ്ങനെയുള്ളത് 12 ഖലീഫമാർ മധ്യത്തിലും ഞാൻ ആദ്യത്തിലും അന്ത്യത്തിൽ മസീബിന് മറിയുമുള്ള ഉമ്മത്ത് എങ്ങനെ നശിക്കുമെന്നാണ് ഇതേ ഹദീസിന്റെ മറ്റൊരു നിവേദനമുള്ളത്. അപ്പോൾ 12 ഖലീഫമാരും മസീഹ് മൗദും ആദ്യത്തിൽ മുജദ്ദിദെ ആസം ഹദരത്ത് മൂസ അലൈഹി സ്വലാമും അപ്പുറത്തുള്ളതുപോലെ മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ 2 ഘട്ടത്തിലുള്ള ആളാണ്. ഇനി ഇത് കൂടാതെയുള്ള പ്രവാചകന്മാരെ കുറിച്ച് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു സംഗതി, ഇത് കൂടാതെ ഒരുപാട് ഖലീഫമാരെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയും കാണാൻ സാധിക്കും, ഇവിടെയും കാണാൻ സാധിക്കും. അതിന് 2 വിധത്തിലുള്ള വ്യാഖ്യാനം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയിട്ടുണ്ട്. അത് നമ്മെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിലൊരു സംഗതി, മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഖിലാഫത്തിന്റെ ആദ്യത്തിൽ നമ്മൾ കാണുന്ന ഒരു ഖിലാഫത്തുണ്ട്, മൂസയ്ക്ക് ശേഷം ഉടനെ വരുന്നത് യശൂബ് ബിൻ നൂനിന്റെ ഖിലാഫത്ത്. അതേപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം നേരെ കാണുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത്. ഇത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അഹമ്മദികളല്ലാത്ത ആളുകളോടാണ് പറഞ്ഞതെങ്കിലും അഹമ്മദികളെ സംബന്ധിച്ച് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തഹരീറാത്ത്, ലിഖിതങ്ങൾ വളരെ മറ്റൊന്നിനെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. ആ 2 ഖിലാഫത്തും പരസ്പരം താദാത്മ്യം ചെയ്തുകൊണ്ട് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ വിവിധ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്ത്, അതേപോലെ ഒരു ഖിലാഫത്ത് യശൂബ് ബിൻ നൂനിന്റെ ഖിലാഫത്ത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് ഏത് സാഹചര്യത്തിലാണോ ഉണ്ടായത് അതേ സാഹചര്യത്തിലാണ് യശൂബ് ബിൻ നൂനിന്റെ ഖിലാഫത്ത് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മത്തിൽ ഉണ്ടാകുന്നത്. തന്റെ സിറുൽ ഖിലാഫ എന്ന ഗ്രന്ഥത്തിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇക്കാര്യം വളരെ ശക്തമായിട്ട് എടുത്തു പറയുന്നു. അത് വെക്കുമ്പോഴും വഅദല്ലാഹു ലദീന ആമനു മിൻകും വഅമിലു സ്സാലിഹാത്തി എന്ന ആയത്ത് തന്നെയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ ഉദ്ധരിച്ചെടുക്കുന്നത്. അവിടെ ഇത് അതിന്റെ ആരംഭത്തിലുള്ള, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹി ഇസ്ലാം രണ്ടിന്റെയും ആരംഭത്തിലുള്ള ഒരു സാദൃശ്യമാണ്. ആ നൂറ്റാണ്ടിലെ മുജദ്ദിദെ ആസം ഹദരത്ത് മസീഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. ഇവിടെ മൂസാ അലൈഹി സ്വലാമാണ് അതിന്റെ മുജദ്ദിദെ ആസം. ആ ഖിലാഫത്തിന്റെ അടുത്ത ഘട്ടത്തെക്കുറിച്ച് മസീഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ഈ ഒരു ഘട്ടം 30 വർഷം കഴിഞ്ഞ് അവസാനിക്കും. അതായത് ഇതിന്റെ അവസാനം അത് മാറിപ്പോകും, അതിന് രീതി മാറി, അത് പിന്നെ പരസ്പരം കലഹിക്കുന്ന, പരസ്പരം അറുക്കുന്ന സ്വേച്ഛാധിപതികളും ബലാത്കാരികളുമായിട്ടുള്ള ഭരണത്തിലേക്ക് മാറി വഴുതി മാറുന്നത്. പക്ഷെ അവിടെ ഖിലാഫത്ത് അവസാനിക്കുന്നില്ല. ആ ഒരു ഖിലാഫത്തിന്റെ സിസ്റ്റം അവിടെ അവസാനിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മസീഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ട്, അതിനുശേഷം അതിൻ്റെ അടുത്ത നൂറ്റാണ്ട്, അതിനുശേഷം അതിൻ്റെ അടുത്ത നൂറ്റാണ്ട്. ആ 3 നൂറ്റാണ്ടുകളാണ് ഏറ്റവും ഉത്തമ നൂറ്റാണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ അതിനെ നമുക്ക് എങ്ങനെയാണ് മാറ്റാൻ കഴിയുക? അതിന് ഖുർആന്റെ സാക്ഷ്യമാണ് മസീഹ് എടുത്തു വെക്കുന്നത്. എന്ത്? സുല്ലത്തും മിനൽ അവ്വലീൻ വസുല്ലത്തും മിനൽ ആഖിരീൻ. എങ്ങനെ ആദ്യത്തെ ഒരു വിഭാഗം ഒരു നല്ലൊരു വിഭാഗമുണ്ടോ അതേപോലെ തന്നെ ഒരു വിഭാഗം അവസാനത്തിലുമുണ്ട്. ഇത് ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ വന്നിട്ടുള്ളതാണ്. അതേപോലെ തന്നെ അവിടെ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു എന്ന് പറയുന്ന ആളുകൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളും എന്ന് പറയുന്ന ആളുകൾ, ആ ഉമ്മീയങ്ങളിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനും ആഖിരീങ്ങളിൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനും 2 സമുദായത്തെയും ഖുർആൻ തന്നെയാണ് എടുത്തു പറഞ്ഞത്. ഉമ്മീയീൻ എന്ന് നിരക്ഷരരായിട്ടുള്ള അറബികൾ, ആഖിരീൻ എന്ന് അവരോട് ചേർന്നിട്ടില്ലാത്ത വേറൊരു വിഭാഗം, 2 വിഭാഗത്തെയാണ് എടുത്തു പറയുന്നത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു ഇത് 3 നൂറ്റാണ്ട് ഏറ്റവും ഉത്തമ നൂറ്റാണ്ടാണ്. ഇവിടെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെയും ആഖിരീൻ എന്നും ഉമ്മീൻ എന്നും പറഞ്ഞ് 2 സാദൃശ്യം, അത് മാത്രം ഒരേ വാക്കിലാണ് പറയുന്നത്. അതുകൂടാതെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നതാണ് എൻ്റെ ഉമ്മത്തിന്റെ ഈ പറയുന്ന ഇസ്ലാമിന്റെ, അതായത് ഇസ്ലാം ഞാൻ എന്നൊരു വേറൊന്നല്ല, ഞാൻ വന്നതിന് ശേഷം ഇസ്ലാമിന്റെ പുനഃസ്ഥാപനമുണ്ടായത് ഈ ഒരു ഉമ്മത്തിന്റെ ആത്യന്തിക വിജയം 3 നൂറ്റാണ്ടിന്റെ മുമ്പാണെന്നാണ് പറയുന്നത്. ആ സാദൃശ്യം അള്ളാന്റെ ദിവ്യ കലാമുകളിലുള്ള വചനങ്ങളിലുള്ള സാദൃശ്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് 3 നൂറ്റാണ്ട് കഴിയുമ്പോൾ പല ഇമാമിങ്ങളെയും കാത്തിരിക്കുന്ന, പ്രത്യേകിച്ച് ഈസാ നബിയെ കാത്തിരിക്കുന്ന ഒറ്റ മനുഷ്യന് ലോകത്തുണ്ടാവില്ല എന്ന് പറഞ്ഞു. അവരാശയറ്റ് നശിച്ചു പോകുന്നൊരു കാലഘട്ടം. 3 നൂറ്റാണ്ടോടുകൂടി ഇതിന്റെ വിജയം. അപ്പോൾ അവിടെയും 3 നൂറ്റാണ്ടിന്റെ ഒരു സാദൃശ്യം, ഇവിടെയും 3 നൂറ്റാണ്ടിന്റെ ഒരു സാദൃശ്യം.
അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഖിലാഫത്തിൻ്റെ അവസ്ഥയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. മുജദ്ദിദീങ്ങളായിട്ടുള്ള ആളുകൾ, എടുത്തു പറയപ്പെട്ട തലക്കെട്ടുകളായി നിൽക്കുന്ന മുജദ്ദിദീങ്ങൾ 12 അവിടെ ഉണ്ടെങ്കിലും തജ്ദീദ് ദീനിന്റെ പ്രവൃത്തി ചെയ്യുന്ന, അള്ളാഹുമായിട്ട് ബന്ധമുള്ള ചെറിയ ചെറിയ വട്ടങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആ കാലഘട്ടത്തിലും അള്ളാഹുവിൻ്റെ ഇമാമിങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു ചൈന ഖിലാഫത്തെ അയിമ്മ എന്നാണ് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല പിന്നെ നിർവചനം കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ ഏറ്റവും ഇതിൻ്റെ അവസാനത്തിലാണ് വിശദീകരിക്കേണ്ടത്. കാരണം ഇതൊരു സംശയം ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ ഇരിക്കരുത് എന്ന് വിചാരിച്ച് ഇതിനിടയിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ 2 ഖിലാഫത്ത്, ഒന്ന് ഖിലാഫത്ത് നുബുവത്തിന് ശേഷം തുടരുന്ന ഖിലാഫത്ത്, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം 30 കൊല്ലം ഉണ്ടായി. അതിനുശേഷം പിന്നെ ആ നൂറ്റാണ്ടിന്റെ തലക്കൽ, അടുത്ത നൂറ്റാണ്ടിന്റെ തലക്കൽ മുജദ്ദിദ്, അതിൻ്റെ അടുത്ത തലക്കൽ മുജദ്ദിദ്, അതിനടുത്ത തലക്കൽ മുജദ്ദിദ്, പ്രധാനികളായ 12 മുജദ്ദിദീങ്ങളുടെ പേര് ഇസ്ലാമിക ചരിത്രത്തിൽ പലരെയും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഏതായാലും 12 ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൽ അഹമ്മദികൾ പിന്നെ തബ്ലീഗ് ചെയ്യുമ്പോൾ ചെയ്യുന്നൊരു അപകടമുണ്ട്. സാധാരണ എല്ലാവർക്കും പറ്റുന്നത് ഗഹനമായ പഠനമില്ലാത്തത് കൊണ്ട് അവർ ചിലപ്പോൾ പറയുന്നൊരു സംഗതിയാണ്. നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ സാഹിബ് ഭോപ്പാലവി തൻ്റെ ഹുജജുൽ കിറാമ എന്ന ഗ്രന്ഥത്തിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ ഒരു ഹദീസിൻ്റെ വ്യാഖ്യാനം എന്ന നിലയിൽ 13 നൂറ്റാണ്ടിൽ വന്ന മുജദ്ദിദീങ്ങളുടെ പേരെഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് റഫറൻസ് ലൈബ്രറിയിലുണ്ട്. വലിയ മുലിസാൻ്റെ പുസ്തകം, അദ്ദേഹത്തിന് ശേഷം അത് ലൈബ്രറിക്ക് കൊടുക്കപ്പെട്ടതിൽ കോഴിക്കോട് റഫറൻസ് ലൈബ്രറി ഹുജജുൽ കിറാമ എന്നുള്ള പുസ്തകമുണ്ട്. അതിൽ ഈ കാര്യം എഴുതിയിട്ടുണ്ട്. അതിൽ 13 നൂറ്റാണ്ടിൽ വന്ന മുജദ്ദിദീങ്ങളുടെ പേരുണ്ട്. ഈ പേര് ഉദ്ധരിച്ചുകൊണ്ട് പൂർവ്വകാലത്തെ കേരളത്തിൽ ഒരു നോട്ടീസ് അടിച്ചിരുന്നു, 14-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ആരെന്ന്. അതിൻ്റെ ഇടയിൽ ഈ ഉദ്ധരണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ആൾക്കാർ, ഈ മുജദ്ദിദീങ്ങളാണ് യഥാർത്ഥ മുജദ്ദിദീങ്ങൾ, വേറെ മുജദ്ദിദ് ഒന്നുമില്ല. ആ 13 നൂറ്റാണ്ടിൽ വന്ന മുജദ്ദിദ് കഴിഞ്ഞ പിന്നെ മുജദ്ദിദ് ഇല്ല, വേറെ മുജദ്ദിദ് ഇനി ആരാണ് വന്നത് തരണമെന്ന് പറയലാണ്. അപ്പോൾ നമ്മളും ധരിച്ചെന്താണ്, അദ്ദേഹം വിശ്വസിച്ച അതന്നെയാണ് മുജദ്ദിദ് 13 എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഈ ബാക്കിയുള്ള മുജദ്ദിദീങ്ങൾ ആരാണെന്ന് ചോദിച്ചു പറഞ്ഞു, ഈ ഹദീസ് സഹീഹാണ് എന്ന കാര്യത്തിൽ തർക്കാർക്കില്ല. മറ്റൊന്ന്, ഈ ഹദീസിനെ കുറിച്ച് പരാമർശിക്കുന്ന ഹദീസ് സഹീഹാണോ ലൈഫാണോ നമ്മൾ പരിശോധിക്കുന്ന ഹദീസ് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിലാണ് മുസ്ലിം ഉമ്മത്ത് അതിനെ കുറിച്ച് പരിശോധിക്കുന്നത്, അവരുടെ നിദാന ശാസ്ത്രങ്ങൾ അനുസരിച്ച്. ആ നിരൂപണ നിദാന ശാസ്ത്രങ്ങൾ എഴുതിയിട്ടുള്ള പണ്ഡിതന്മാരിൽ ചിലർ ഈ ഹദീസ് അനുസരിച്ച് വന്ന മുജദ്ദിദാണ് താനെന്ന് വാദിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഹദീസ് സഹിയാണോ തെറ്റാന്ന് സ്ഥാപിക്കേണ്ട ആവശ്യമില്ല. ഇനി അത് ആരാണെന്നുള്ള അത് നിങ്ങൾക്കും എന്നെ പോലുള്ള കടമയാണ്, നിങ്ങൾ അന്വേഷിച്ചെന്ന് പറഞ്ഞു. അതിന് ആണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വെക്കുന്ന ഒരു സംഗതി. നുബുവത്തിന്റെ കാര്യത്തിൽ, ഖിലാഫത്തിന്റെ കാര്യത്തിൽ ആദ്യത്തെ യശോ ബിൻ നൂനിന്റെ ഖിലാഫത്തിന് നമുക്ക് ശരിക്കും വ്യക്തമായിട്ട് അറിയാം. അതിന്റെ ചരിത്രങ്ങൾ ജൂത ചരിത്രങ്ങളിൽ വളരെ വ്യക്തമായിട്ടുണ്ട്, ക്രിസ്തീയ ചരിത്രങ്ങളിലും അതുണ്ട്, മലയാളത്തിലും ആ പുസ്തകങ്ങളുണ്ട്. അത് കൂടെ നിങ്ങൾക്ക് ഒന്നുകൂടെ നോക്കണമെങ്കിൽ ബൈബിൾ വിജ്ഞാന കോശമുണ്ട്, അതിനകത്ത് യശോ ബിൻ നൂനിന്റെ പേര് പറഞ്ഞ് അതിന്റെ താഴത്ത് മലയാളത്തിൽ തന്നെ പുസ്തകത്തിൽ ഈ കാര്യത്തെ വിശദീകരിക്കുന്നുണ്ട്. മാർത്തോമ സഭ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങളിലും ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് കോട്ടയത്തു നിന്നും മറ്റത് കിട്ടാവുന്നതാണ്. ഞാൻ മറ്റു വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ യശോ ബിൻ നൂനിന്റെ ഖിലാഫത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു പാഠം അവിടെ ഉള്ളതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിന്റെ ചരിത്രവും വളരെ വ്യക്തമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഉമർ ബിൻ ഖത്താബിന്റെ ഉസ്മാന്റെ ഒക്കെ ഉണ്ടെങ്കിലും അബൂബക്കർ സിദ്ദീഖിന്റെ വളരെ വ്യക്തമായിട്ടുണ്ട്. ഈ രണ്ടിന്റെയും സാദൃശ്യം വളരെ വ്യക്തമായിട്ട് കാണുമ്പോൾ അതിന് ശേഷമുള്ളതും ജൂത സമുദായത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേറെ കാര്യകാരണങ്ങളൊന്നുമില്ല, അതിനെക്കുറിച്ച് നമുക്ക് നിഷേധിക്കാൻ. പക്ഷെ നമ്മളെ കയ്യിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ മുജദ്ദിദീങ്ങളുടെ ചരിത്രവും ഖുർആൻ പറയുന്ന 12 പ്രവാചകന്മാരുടെ ചരിത്രം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 13ാമത്തെ പ്രവാചകൻ ഈസാ നബിയുടെ ചരിത്രമാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് മൂസാ നബിയെക്കുറിച്ച്, അതിനുശേഷം ഈസാ നബിയെക്കുറിച്ചാണ്. പ്രവാചകന്മാരുടെ പേര് പറയുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് 4 സ്ഥലത്തുള്ളൂ. ആ മൂസ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വളരെ വ്യക്തമായിട്ട് ഖുർആൻ പറയുന്നുവെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. യശൂ ബിൻ നൂനിന്റെ ചരിത്രം ജൂത ചരിത്രങ്ങളിലും ക്രിസ്തീയ ചരിത്രങ്ങളിലും ഉണ്ടെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ ചരിത്രം നമ്മുടെ കയ്യിലുണ്ട്. അതേസമയത്ത് 13 പ്രവാചകന്മാരുടെ ബാക്കി 12 പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഈസാ നബി ഒഴിവാക്കിയിട്ടുള്ള പ്രവാചകന്മാരുടെ ചരിത്രം വളരെ വിരളമായിട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. അതേപോലത്തെ ഒരു ചരിത്രം തന്നെയാണ് മുജദ്ദിദീങ്ങളുടെ ചരിത്രം നമ്മുടെ കയ്യിലുള്ളത്.
ആ പേരുകളിൽ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരണങ്ങളിൽ കാണുന്ന മുജദ്ദിദീങ്ങളല്ല മുജാഹിദീങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളിലുള്ളത്. സുന്നികൾ അംഗീകരിക്കുന്ന മുജദ്ദിദീങ്ങൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളവരുണ്ട്. പക്ഷേ 13 ആളുകളെ ഏത് നൂറ്റാണ്ടിൽ ലോകത്ത് എവിടെ താമസിക്കുന്ന ഒരാൾക്കും അയാൾക്കുടെ ആ നൂറ്റാണ്ടിന്റെ തലക്കൽ അയാൾക്കൊരു മുജദ്ദിദിനെ കാണാം എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ചരിത്രപരമായി അന്വേഷിച്ചാൽ എത്താവുന്ന ഒരു സംഗതിയാണ്. പല കാര്യങ്ങളും ഇക്കാര്യത്തിൽ നേരിട്ട് തന്നെ നമുക്ക് ഞാൻ എൻ്റെ പഠനത്തിലും ആ കാര്യങ്ങളിൽ പലതും കണ്ടിട്ടുണ്ട്. ആർക്കും ഈ കാര്യം അന്വേഷിക്കാവുന്ന കാര്യമാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് അതിൻ്റെ ബാധ്യത എനിക്കില്ല, നിങ്ങൾക്കും ഹദീസ് അംഗീകരിക്കുന്ന നിങ്ങൾക്കും അതേ ബാധ്യത തന്നെയാണുള്ളത് എന്നാണ് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിലേക്ക് എത്തുമ്പോൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യത്തിൽ ആരാണ്, എങ്ങനെയുള്ള മുജദ്ദിദാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തതുകൊണ്ട് പലപ്പോഴും പല വിധത്തിലുള്ള അപകടങ്ങളിലും ചെന്ന് പതിക്കാറുണ്ട്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഈ ഉമ്മത്തിലെ അവസാനത്തെ മുജദ്ദിദാണ് ഞാൻ എന്ന് പറയുമ്പോൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്ന സംഗതി ഒരു ഉദ്ധരണി കേൾപ്പിച്ചിട്ട് അങ്ങോട്ട് നീങ്ങണം. ഞാൻ അതാണ് ഒന്ന് നിന്നുപോയത്. और फिर खुदा ने मोहम्मदी सिलसिला के खलीफों को मूसवी सिलसिला के खलीफों से मुशाबहत देकर साफ तौर पर समझा दिया कि इस सिलसिला के आखिर में भी एक मसीह और दरमियान में 12 खलीफे हैं. ഞാനിത് വാക്കാൽ പറയുകയാണ് ചെയ്ത്, മസീമിന്റെ വാക്കിൽ പറഞ്ഞിട്ടില്ല. ता मूसवी सिलसिला के मुकाबिल पर इस जगह भी 14 का अदद पूरा हो. അള്ളാഹു മുഹമ്മദി സിൽസിലയുടെ ഖലീഫമാരെ മൂസവി സിൽസിലയുടെ ഖലീഫമാരുമായിട്ട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് വ്യക്തമാക്കി മനസ്സിലാക്കി തന്നൊരു സംഗതിയും, ഇതിന്റെ അവസാനത്തിൽ ഒരു മസീഹുണ്ട്, മറ്റതിൻ്റെയും അവസാനത്തിൽ ഒരു മസീഹുണ്ട്. ഇടയിൽ 12 ഖലീഫമാർ അവിടെയുണ്ട്, മറ്റതിൻ്റെ ഇടയിലും 12 ഖലീഫമാരുണ്ട്. അതുകൊണ്ട് 14 എണ്ണം 2 സ്ഥലത്തും ഒരേപോലെ പൂർത്തിയാകുന്നു. ദൈവാസ്തിക്യത്തിനുള്ളൊരു തെളിവ് കൂടിയാണിത്. ഇത് പറയുന്നത് 1400 കൊല്ലം മുമ്പാണ്. അതിനുശേഷം അതേപോലെ തന്നെ പുലരുന്നുവെങ്കിൽ മുമ്പ് നടന്നതുപോലെ എന്നുകൂടെ പറയുമ്പോൾ അള്ളാഹു ഉണ്ട് എന്നുള്ള അള്ളാഹുവിൻ്റെ അസ്തിത്വത്തിനുള്ള ഒരു തെളിവ് കൂടിയാണ് ഇത് നിലകൊള്ളുന്നത്. അതിനുശേഷം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീഫയായത് അതേപോലെ തന്നെയാണ് ഞാൻ ഇവിടെ ഖലീഫയായിട്ടുള്ളത്. ഇതിനെ മുജദ്ദിദെ ആസമായിക്കൊണ്ട് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നുകൂടെ എടുത്തു പറയാണ്. फिर मासिवा उसके सूरा मुरसलात में एक आयत है. सूरा मुरसलातिल और आयत है जिससे मालूम होता है कि कुर्बे क़ियामत के एक भारी अलामत यह कि ऐसा शख्स पैदा हो जिससे रसूल की हद बस्त हो जाए. खलीफतुल मसीह सालिसी उद्धरणिയെ കുറിച്ചിട്ട് പറയാണ്, यहाँ आपने फरमाया कि यहाँ रसूलों से मुराद इस सिलसिला के खुलफा है. ഇതിന്റെ മുമ്പ് സൂറ മുർസലാത്തിൽ ഒരായത്തുണ്ട്. അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഖിയാമത്തിൻ്റെ മുമ്പായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളം ഒരു പ്രവാചകന് അള്ളാഹു അയക്കും. അത് അതിൻ്റെ പ്രവാചകന്മാരിൽ അവസാനത്തെ ആളായിരിക്കും. പ്രവാചകന്മാർ വന്നുകൊണ്ടിരിക്കുന്ന പരമ്പരയിൽ അവസാനം വരുന്ന ആളായിരിക്കും. അതിനെ വിശദീകരിച്ചുകൊണ്ട് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്, ഇവിടെ ഈ സമുദായത്തിലെ ഖുലഫാക്കളെയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം റസൂല് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഖുലഫാക്കൾ വന്നിട്ടുള്ള ഈ മുജദ്ദിദീങ്ങളെയാണ് അള്ളാഹുവിൻ്റെ ദൂതരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുള്ള മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം. അവിടെ റസൂൽ എന്നുള്ള പദമാണ് അവർക്ക് വേണ്ടി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രയോഗിച്ചിട്ടുള്ളത്. അതായത് അവർ പദവിയിൽ ആ പദവി ഉള്ളവരായിരുന്നു എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യം പറയുന്നത്. അതിൻ്റെ അവസാനം വന്ന മുജദ്ദിദിനെ കുറിച്ച് പറയുമ്പോൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ശക്തമായിട്ട് പറഞ്ഞത് ആ അവസാനത്താളും വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അതാണ് തൻ്റെ ആഗമനമെന്ന്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകാവുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. അതിന് ഖുത്ബയിൽ ഹാമിയയിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു ഉദ്ധരണി ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, അള്ളാഹു പറഞ്ഞത് ഇങ്ങനെ നമുക്ക് സംക്ഷേപിക്കാം, ഈ പ്രവചനങ്ങൾ ഇങ്ങനെ നമുക്ക് സംക്ഷേപിക്കാം. വൈദൽ ഖുലഫാഉ ബുയ്യിന താദാദു, ആ ഖലീഫമാരുടെ യഥാർത്ഥത്തിലുള്ള താദാദ്, അവരുടെ എണ്ണം വളരെ വ്യക്തമായിട്ട് തെളിവായിരിക്കുന്നു. വഹുദ്ദിദ അദദുഹും ബി ഖലീഫത്തിൻ,
ഒരു ഖലീഫയെ കൊണ്ട് ആ എണ്ണത്തെ പൂർത്തീകരിച്ചു. അവസാനം വന്ന മസീഹ് ഇബ്നു മറിയമിനെ കൊണ്ട് ആ ഖിലാഫത്തിന്റെ അള്ള പറഞ്ഞ എണ്ണത്തെ പൂർത്തീകരിച്ചു. ഹുവ ആഖിറുൽ ഖുലഫ, അദ്ദേഹമാണ് അവസാനം വരുന്ന ഖലീഫ. ഇവിടെ ഖലീഫ എന്ന് പറയുമ്പോൾ മുജദ്ദിദാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. അൽ മുജദ്ദിദ് എന്നും പറയുന്നുണ്ട് ഇതേ ഖുതുബയിൽ ഹാമിയിൽ തന്നെ. ഹുവല്ലദി ഖുലഫാഉല്ലദി ഹുവൽ മസീഹുൽ മഊദ്, ആ ഖലീഫ അവസാനം വന്ന ഖലീഫയാണ് മസീഹ് മഊദ്. ഫഇന്ന ആഖിറ കുല്ല ഷൈഇൻ യുഅയ്യിനു മിഖ്ദാറ ദാലിക ഷൈഉ വതദാദുഹു ഫഹുവ ഫഹാദാ ഹുവൽ മാന വൈദർ റുസുലു ഉഖിതത്. വൈദർ റുസുലു ഉഖിതത് എന്ന ആയത്തിന് ഉള്ള ഒരർത്ഥം കൂടിയാണിത്. പ്രവാചകന്മാരുടെ ഒരു ഖലീഫമാരുടെ ഒരു പരമ്പര വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഇത്ര ആളാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാനത്തെ ഒരാളെ വ്യക്തമാക്കി പറയേണ്ടതുണ്ട്. ആ വ്യക്തമാക്കി പറയപ്പെട്ട മസീഹ് ഇബ്നു മറിയമാണ് താനെ എന്ന് വരുമ്പോൾ അതുവരെ വന്ന എല്ലാ പ്രവാചകന്മാരെയും അതുവരെ വന്ന എല്ലാ അള്ളാഹുവിൻ്റെ റസൂൽമാരെയും അഥവാ ആ മുജദ്ദിദീങ്ങളെ മുഴുവൻ ഒരുമിച്ച് ചേർക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് മസീഹിൻ്റെ കാലഘട്ടം എന്ന് വ്യക്തമാകുന്നു. ഇവിടെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നുകൂടെ തീർത്ത് പറയാണ്, വലാ വലിയ ബഅദി, എനിക്ക് ശേഷം ഒരു വലിയുമില്ല, ഇല്ലല്ലദീ ഹുവ മിന്നി, എന്നാൽ അവൻ എന്നിൽ നിന്ന് ഉൾപ്പെട്ടവരല്ലാത്ത വേറെ ഒരാൾ. വല അലാ അഹ്ദി, എൻ്റെ സ്വന്തം അഹ്ദിൽ ഉൾപ്പെട്ട എൻ്റെ ഈ ഒരു പരമ്പരയിൽ ഉൾപ്പെട്ട ആളല്ലാതെ ഈ ഒരു നിബന്ധനയിൽ ഉൾപ്പെട്ട ആളല്ലാതെ വേറെ ആരും തന്നെ എനിക്ക് ശേഷമില്ല. ഇത് ഖുത്ബെ ഇൽഹാമിയ എന്ന മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖുത്ബയിലുള്ള വാക്കാണ്. ഇൽഹാമിയായിട്ട് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ ഒന്നാണ്. ഇവിടെ മനസ്സിലാക്കാൻ ഇനി മുജദ്ദിദിന്റെ ചർച്ച വരുന്ന ആളുകൾക്ക് ഉണ്ടാകാവുന്ന അപകടം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്ഥാനം ഗ്രഹിക്കാത്തതുകൊണ്ട് 1000 കൊല്ലങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. ആ കാര്യം ചർച്ച ചെയ്യുമ്പോൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ശക്തമായിട്ട് പറയുന്നത്, അത് തൻ്റെ 2-3 കാര്യങ്ങളിൽ 2-3 ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. അവിടെ മസീഹ് മൗഊദ് തൻ്റെ സ്ഥാനം എടുത്ത് പറയുന്നുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടുകൂടി അടുത്ത 1000 വർഷത്തേക്കുള്ള ഹിദായത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെങ്ങനെയെന്ന് വെച്ചാൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ട്, അതിന് ശേഷം അടുത്തത്, അതിൻ്റെ അടുത്ത് കാരണം 13 നൂറ്റാണ്ടുകളെ കുറിച്ച് പറയുന്ന റസൂലുള്ളാഹി തിരുമേനി തൻ്റെ ഹിദായത്തിൻ്റെയും ലലാലത്തിൻ്റെയും വർഷങ്ങൾ 1000-ൽ ഹിദായത്ത് വന്നാൽ അടുത്ത 1000-ൽ ലലാലത്താണ് വരിക. അതിനുശേഷം അതിലുണ്ടായിരിക്കും ചെറിയ ചെറിയ പ്രകാശങ്ങളും ഹിദായത്തിലേക്ക് വഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വരാനുള്ള മാർഗങ്ങളുണ്ടാവും. പക്ഷെ ഒരു വലിയ സ്രോതസ് അതിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ 1000-ൽ അത് വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസർ എന്ന ആയത്തിന്, ആ സൂറത്തിനെ ഹുറൂഫുൽ അബ്ജദിന്റെ കണക്കിൽ അള്ളാഹു അറിയിച്ചതനുസരിച്ച് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിവരിച്ചുകൊണ്ട് ലോകത്തിന്റെ ആയുസ് 7000 വർഷം, അതായത് ആദം മുതലുള്ള കാലം, അല്ല ലോകം ഉണ്ടായതോ മറ്റു കാര്യമെല്ലാം പറയുന്നത് ഈ ആദം മുതൽ, അതായത് നമ്മുടെ ഈ ഹിദായത്തിന് നമ്മൾ കാണുന്ന ഈ റസൂൽ തിരുമേനിയുടെ പിന്നിലുള്ള ഹിദായത്ത് കാണുന്ന ആദം മുതൽ ലോകത്തിന്റെ അവസാനത്തെ കാലം വരെയുള്ളത് 7000 വർഷമാണ് അതിലുള്ളത്. അത് ക്രിസ്തീയ ചരിത്രമാണെങ്കിലും ജൂത ചരിത്രമാണെങ്കിലും ആ ചരിത്രം വളരെ ക്ലിയറാണ്. ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത് അതിൽ 5000-ലെ വർഷത്തിലാണ്. ലെക്ചർ സിയാൽകോട്ടിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യം എടുത്തു പറയാണ്. ആ 5000 വർഷത്തിൽ ഹിദായത്തിന്റെ കാലഘട്ടമായിരുന്നു. അതിനുശേഷമുള്ള അടുത്ത, അതായത് 5000 വർഷത്തിന്റെ അവസാന ഘട്ടത്തിലാണ് റസൂലുള്ളാഹി തിരുമേനി വരുന്നത്. അത് കഴിഞ്ഞ് അതിന് അടുത്ത 1000 വർഷം പിന്നെ ആരും വരുന്നില്ല ആ വിധത്തിലുള്ള ഒരാൾ. അത് ലലാലത്തിന്റെ കാലഘട്ടമാണ്. ഇതേപോലെ നൂഹിനെയും ഇബ്രാഹിമിനെയും ഒക്കെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ഒരു ഘട്ടത്തിൽ വരും, അതിനുശേഷം ഒരു നിശ്ചിത കാലം 1000-300 കൊല്ലക്കാലം നിന്ന് പിന്നെ അടുത്ത 1000 വർഷം വരെ പിന്നെ ഹിദായത്തിന്റെ കാലം വരുന്നില്ല. അതിൽ ചെറിയ ചെറിയ പ്രവാചകന്മാർ ഇഷ്ടംപോലെ വരും, പക്ഷേ ഒരു പ്രഭാവമുള്ള പ്രവാചകനായിട്ട് നമുക്ക് ആരെയും കാണാൻ സാധിക്കില്ല. ഇത് മിഅ്റാജിന്റെ ഹദീസിലും 7 ആകാശങ്ങളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ ഈ 6000 അടുത്ത വർഷം 1000 കൊല്ലത്തെക്കുറിച്ച് റസൂൽ തിരുമേനി പറഞ്ഞ ഫൈജുൽ അഅവജി എന്നാണ്, വക്രതയുടെ ആളുകൾ വരുന്ന നൂറ്റാണ്ടെന്നാണ്. അവിടെയാണ് ഈ മുജദ്ദിദീങ്ങളുടെ ഖിലാഫത്തും മറ്റ് അയിമ്മത്തിന്റെ ഖിലാഫത്തും നിലകൊള്ളുന്നത്. അത് കഴിഞ്ഞ് അടുത്ത വർഷത്തിൽ 7000-ന്റെ ആദ്യത്തിൽ 6000-ന്റെ അന്ത്യത്തിൽ വരേണ്ടത് മസീഹ് ഇബ്നു മറിയമാണ്. ഇത് ജൂതരുടെയും വിശ്വാസമാണ്, അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെയും വിശ്വാസമാണ്, മുസ്ലിങ്ങളുടെയും വിശ്വാസമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്റെ സത്യസാക്ഷ്യം ഞാൻ വരേണ്ട കാലഘട്ടത്തിലാണെന്ന് ലെക്ചർ സിയാൽകോട്ടിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സ്ഥാപിക്കുന്നു. അവിടെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഞാൻ മുജദ്ദിദെ സദീബിഹെ, അതായത് 14-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദുമാണ്. മുജദ്ദിദെ അൽഫെ ആഖിർ ബി, ഈ അടുത്ത 1000-ന്റെ മുജദ്ദിദും ഞാൻ തന്നെയാണ്.
മസീഹ് ഗ്രന്ഥങ്ങൾ വായിക്കാത്തതുകൊണ്ടാണ് മുജദ്ദിദിനെ തിരയുന്നത്. എവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുജദ്ദിദ് ആളമാണ്, ആ 1000 സഹസ്ര വർഷങ്ങൾക്കുള്ള മുജദ്ദിദ് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. അതിനുശേഷം വേറെ അതിൻ്റെ ഇടയിൽ മുജദ്ദിദ് ഇല്ല. ഉണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലില്ലിൽ വരുന്ന, ആ നിഴലിൽ വരുന്ന, പ്രതിച്ഛായയിൽ വരുന്ന ആളുകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനുഗ്രഹം സ്വീകരിച്ചു വരുന്ന ആളാണ്. ഇവിടെ എത്തുമ്പോൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഫനാഫിർ റസൂലാണ്. മസീഹ് മൗഊദിന്റെ സ്ഥാനം അഹമ്മദികളുടെ സന്നിധിയിൽ ഫനാഫിർ റസൂൽ, റസൂലിൽ തന്നെ പൂർണ്ണമായിട്ടും സംഹരിക്കപ്പെട്ട ആൾ, ആത്മഹൂതി ചെയ്യപ്പെട്ട ആള്, തന്നെ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ഇപ്പൊ നമ്മളൊരാളെ പൂർണ്ണമായിട്ടും അനുകരിക്കുമ്പോൾ ആ ആളെപ്പോലെ തന്നെ ആയി മാറാറുണ്ട്. കോമഡിയൊക്കെ കാണാറില്ലേ സാധാരണ, അതേപോലെ തന്നെ നല്ല നിലയിലും കാണുന്നു. ഒരു നേതാവിനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ച് അദ്ദേഹത്തിന്റെ ഓരോ ചലനങ്ങളും തൻ്റെ ജീവിതത്തിൽ വരുത്തുമ്പോൾ ശാരീരികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ആത്മീയ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകുമ്പോൾ ആ ആളുടെ പൂർണ്ണ രൂപമായിട്ടാണ് വരുന്നത്. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉള്ള പ്രവചനത്തിൽ അതേ പ്രവാചകൻ തന്നെ ആഖിരീങ്ങളിൽ വരുമെന്ന് പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥാനം, റസൂലുള്ളാഹിയുടെ ഖുവത്തെ ഖുദ്സിയ, ആ പരിശുദ്ധ പ്രഭാവം നശിച്ചു പോകുന്നതല്ല, വീണ്ടും അത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആളുകൾ വരും. അത് ഒരു പുനർജന്മോ അല്ലെങ്കിൽ വേറൊന്നോ അല്ല പറയുന്നത്, അതിന്റെ പൂർണ്ണമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മീയ പ്രഭാവം ഇന്ന് നിലകൊള്ളുന്നുണ്ട് എന്നതിനെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളെ കൊണ്ടുവന്നത്. അത് കൊണ്ടുവരുമ്പോൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് മൻ ഫറഖ ബൈനി വ ബൈനൽ മുസ്തഫ മാറഫനി എന്നാണ്. എന്നെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടായിട്ട് കണക്കൂട്ടുകയാണെങ്കിൽ, ഗണിക്കുകയാണെങ്കിൽ അവൻ എന്നെ തിരിച്ചറിയാത്തവനാണ്, ഒമാ അറ എന്നെ കാണാത്തവനാണ് എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു. ആ പ്രവാചകനിൽ ഒരിക്കലും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളയാണെന്നല്ല പറയുന്നത്. റസൂൽ തിരുമേനിയുടെ സ്ഥാനത്തെ പൂർണ്ണമായും മനസ്സിലാക്കിയ മനുഷ്യകുലത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ അള്ളാഹു നൽകിയ തൗഫീക്ക് നൽകിയ മനുഷ്യനും അതേപോലെ തന്നെ റസൂലുള്ളാഹിയുടെ പൂർണ്ണ രൂപത്തെ കാണിക്കുകയും ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ മനസ്സിലാക്കിയിട്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്, പദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഗദ്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തഹരീറിന്റെ മുമ്പിൽ, മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലിഖിതങ്ങളുടെ മുമ്പിൽ അതിനെ വെച്ച് നമ്മൾ തുലനം ചെയ്താൽ ഏത് വരിയാട്ടെ, ഞാനിതൊരു സാധാരണ അർത്ഥമല്ല പറയുന്നത്, റസൂലുള്ളാഹിനെ കുറിച്ച് ആര് എന്തെഴുതിയാലും മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അതേ വിഷയത്തിൽ എഴുതിയ മറ്റൊരു വരിയുമായിട്ട് അതിനെ തട്ടിച്ച് നോക്കിയാൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമും റസൂലുള്ളാഹിയും തമ്മിലുള്ള ബന്ധവും മുമ്പുള്ള ആളുകളുണ്ടായിരുന്ന ബന്ധവും എന്താണെന്ന് മനസ്സിലാവും. അത് മുതഖദ്ദിമീങ്ങളിൽപ്പെട്ട ഷായരിങ്ങളാണെങ്കിലും മുതഅഖിരീങ്ങളിൽപ്പെട്ട ഷായരിങ്ങളാണ്. ഹസാൻ ബിൻ സാബിത്തിനെ എടുത്താലും ശരി, ഇമാം ബൂസിരി എടുത്താലും ശരി, മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖസീദ നിങ്ങൾ എടുത്തു നോക്കിയാൽ ആ രണ്ടും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു വ്യത്യാസം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പൂർവ്വകാല മുജദ്ദിദീങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം വാഗ്ദത്ത മസീഹും മഹ്ദിയുമാണ്. നോക്കുക, ഖിലാഫത്തിനെ കുറിച്ച് ഖുർആനിലുണ്ട്. ഹദീസുകളിൽ മുജദ്ദിദിനെ കുറിച്ചുള്ള ഹദീസ് ഏറി വന്നാൽ ഹദീസിന്റെ കിതാബ് 3 കിട്ടും, നിങ്ങൾക്ക് അതിൽ കൂടുതൽ കിട്ടൂല. അതിൽ അബൂദാവൂദിന്റെ ഹദീസാണ് പ്രാമാണ്യയോഗ്യമായിട്ട് ഉദ്ധരിക്കാൻ പറ്റിയത്. എന്നാൽ മസീഹ് ഇബ്നു മറിയമിനെ കുറിച്ചുള്ള ഒരുവിധ ന്യൂനതയും ഇല്ലാത്ത വാഗ്ദത്ത മസീഹിനെ കുറിച്ചുള്ള പ്രവചനം 68 ഹദീസുകൾ സിഹാവ് സിത്തയുടെ ഗ്രന്ഥത്തിൽ, വേറെ പുറത്തല്ല പറയുന്നത്. 68 ഹദീസുകൾ ഒരു ന്യൂനതയും ആരോപിക്കപ്പെടാൻ പറ്റാത്ത ഹദീസുകളാണ് മസീഹ് ഇബ്നു മറിയമിനെ കുറിച്ച്. മസീഹ് ഇബ്നു മറിയമിനെ കുറിച്ച് ഇത്രയും കൂടുതൽ ഹദീസുകളിൽ ഉണ്ടായിരിക്കുകയും മുജദ്ദിദിനെ കുറിച്ചുള്ള 3 ഹദീസുകൾ ഉണ്ടാകുമ്പോൾ ഹദീസിന്റെ വില നമുക്ക് മനസ്സിലായല്ലോ. അത് തന്നെ ആ സ്ഥാനത്ത് മനസ്സിലാവുന്നു. മസീഹ് ഇബ്നു മറിയമിനെ കുറിച്ച് പ്രതീക്ഷ, മുസ്ലിം ഉമ്മത്തിലുള്ള മഹ്ദിയെ കുറിച്ചുള്ള പ്രതീക്ഷ ഉള്ളതുപോലെ മുജദ്ദിദിനെ കുറിച്ച് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അതിന് കാരണം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ പ്രഭാവത്തെ വെളിപ്പെടുത്തുന്ന മഹനീയമായ ആത്മീയ സ്ഥാനത്ത് വരുന്ന ആളാണ് മസീഹ് മൗഊദ് എന്നാണ്. അതിന്റെ പശ്ചാത്തലത്തിലാണ് മുജദ്ദിദ് സദീബിഹി, മുജദ്ദിദ് അൽഫെ ആഖിർ. ഞാൻ മുജദ്ദിദ്, ഈ നൂറ്റാണ്ടിന്റെ മുജദ്ദിദുമാണ്, ഈ സഹസ്രത്തിന്റെ മുജദ്ദിദും കൂടിയാണ്, ഈ അടുത്ത 1000 വർഷത്തിന്റെ മുജദ്ദിദും കൂടിയാണ് എന്ന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതിന് നമ്മൾ വായിക്കേണ്ടത്. അങ്ങനെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ മനസ്സിലാക്കുമ്പോൾ ഈ 1000 വർഷത്തിനുള്ള മുജദ്ദിദ് കൂടിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ 1000 വർഷത്തെ മുജദ്ദിദ്, അതിനുശേഷം വരുന്ന മുജദ്ദിദീങ്ങളെ കുറിച്ച് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഖുത്ബ ഇൽഹാമിയിൽ പറഞ്ഞത് ഇല്ലല്ലദീ മിന്നി, എന്നിൽ നിന്നുള്ള ആളും അഹ്ദി, എന്റെ അഹദിൽപ്പെട്ട ആളുമാണ് വരിക എന്ന് പറയുമ്പോൾ
ഇനി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ആരാണ് വരേണ്ടത്? മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്നുള്ള ആളുകൾ, മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അഹദിൽപ്പെട്ട ആളുകളാണ് ഇനി മുജദ്ദിദായിട്ട് വരാൻ നിവൃത്തിയുള്ളൂ. വേറെ ആരും മുജദ്ദിദാവുകയില്ല. പക്ഷെ മുജദ്ദിദിന്റെ ഈ ഘട്ടത്തിൽ ഉള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് മസീബിന് മറിയമിനോട് കൂടി അത് അവസാനിക്കുന്നു. മസീബിന് മറിയമിന് ശേഷം ഖിലാഫത്താണ് അവിടെ തുടരുന്നത്. ഇവിടെയും തുടരുന്നത് ഖിലാഫത്താണ്.